ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ ഗവൺമെൻറ് വിവരാവകാശ നിയമം പോലും അട്ടിമറിച്ചു എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് പണം അടപ്പിച്ചതിന് ശേഷം ഏകദേശം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 5ഓളം പേജുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് സിനിമയിലെ പവർ ടീമിനെയും 15 അംഗ സമിതിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട 5 പേജുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേജുകൾ 233 പേജുകളുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ 228 പേജുകൾ മാത്രമാണ് പുറത്തുവിട്ടത്. കാരണം മറ്റുള്ള പേജുകളൊക്കെ ഗവൺമെൻറ്, അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും ഇത്തരം പിറകിൽ നിന്നുള്ള പിൻബലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ പേജുകൾ തന്നെ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും വലിയൊരു നിയമലംഘനം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതായത് യഥാർത്ഥത്തിൽ പൗരൻ്റെ അവകാശമായിട്ടുള്ള പൗരാവകാശ നിയമത്തിന് ഏറ്റവും കൂടുതലും വിരുദ്ധമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ന്യൂസ് പേപ്പറുകളാണ് കേട്ടോ. ഇത്തരം വിഷയവുമായിട്ട് ആദ്യത്തിൽ പരാതിപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ജോയിൻറ്റ് സെക്രട്ടറിക്ക് അപ്പീലും സമർപ്പിച്ചിട്ടുണ്ട്. ജൂലൈ 5-നായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന കണ്ടീഷന് അതിലെ ഇരയെയും വേട്ടക്കാരനെയും മറച്ചു വെക്കണം എന്ന് തന്നെയായിരുന്നു അതിലുണ്ടായിരുന്ന പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. മാത്രമല്ല സ്വകാര്യതയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്നും വെട്ടിമാറ്റണം എന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽ ഈ 5 പേജുകൾ കൂടെ ഗവൺമെൻറ് ഇത്തരം വിവരാവകാശ നിയമത്തിന് ഏറ്റവും എതിരായിക്കൊണ്ട് വെട്ടിമാറ്റപ്പെടുകയായിരുന്നു. 33 ഖണ്ഡികകൾ ഇല്ലേ, 136 ഖണ്ഡികകൾ ഇതിനു വേണ്ടിയിട്ട് വെട്ടിമാറ്റപ്പെടണം എന്ന് തന്നെയായിരുന്നു പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 83 ഖണ്ഡികകൾ ഉൾപ്പെടെ 136 ഖണ്ഡികകളാണ് സ്വകാര്യതയെ ഉൾപ്പെടുന്നത് അതിൽ ഉണ്ടായിരുന്നത്. ഈ 233 പേജിൽ പേജ് 1-ന് 3 രൂപ നിരക്കിൽ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരാവകാശം നൽകിയവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 19 രഞ്ജിനി ഈ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതോടുകൂടി 49 മുതൽ 53 പേജുകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പേജ് കൂടെ വെട്ടിമാറ്റപ്പെടുകയായിരുന്നു. ഒഴിവാക്കി സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുകയായിരുന്നു. ഇതിൻ്റെ 48-ാം പേജിലായിരുന്നു ഇത്തരത്തിൽ സിനിമയിലുള്ള ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇത്തരം പീഡനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാതിരിക്കാനും വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഈ 5 പേജുകൾ ഇതിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടത് എന്നുകൂടെയാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇതു സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പുറത്ത് പോവരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇത്തരം 5 പേജുകൾ വെട്ടി മാറ്റിയത് കൊണ്ട് തന്നെ ഇനിയും വിവരാവകാശ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കൂടുതൽ ആളുകൾ രംഗത്ത് വരികയും മിക്കവാറും ഇതുമായി സംബന്ധിച്ച് തീർച്ചയായിട്ടും ആ വെട്ടിമാറ്റപ്പെട്ട പേജുകൾ പുറത്ത് വിടുക തന്നെ ചെയ്യേണ്ടി വരും ഗവൺമെൻറ് എന്നുള്ള നിലപാടിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.